നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ 3 ഡെക്കുകളാണ് അഭിഷേക് ശർമ്മയുടെ പേരിലുണ്ടായിരുന്നത്. അവനാണ് പിന്നെ ഫൈനലിൽ കിടിലൻ അർദ്ധ സെഞ്ചുറി നേടിയത്. വേൾഡ് കപ്പ് ഫൈനലിന് മുമ്പ് താൻ മകനോട് ഒരേ ഒരു മെസ്സേജാണ് കൊടുത്തത്. അവനത് കൃത്യമായിട്ട് കേട്ടു, അവനത് നടപ്പാക്കി. പറയുന്നത് അഭിഷേക് ശർമ്മയുടെ പിതാവാണ്. ഇപ്പോൾ ഇതാ അദ്ദേഹവുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആ വാർത്ത പുറത്തുവിടുന്നു. അഭിഷേക് ശർമ്മയുടെ പിതാവ് രാജ്കുമാർ ശർമ്മ അദ്ദേഹം പറയുന്നത് അവൻ്റെ പെർഫോമൻസിൻ്റെ കാര്യമാണ് ആദ്യം. അത് നമുക്കറിയാം, കാരണം 3 ഡക്കുകളുണ്ടായിരുന്നു, കൂടാതെ പിന്നൊരു 10 റൺസ് ഒരുവിധം ഒപ്പിച്ചെടുത്തതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോയി അത്ര ഒരു മികവ് കാണിക്കാതെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പിതാവ് പറയുകയാണ്. സത്യം പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിനിടക്ക് അവനോട് ഞാനൊരു മേജർ കോൺവെർസേഷൻ നടത്തിയിട്ടില്ല, അധിക സമയമൊന്നും സംസാരിച്ചിട്ടില്ല. ആദ്യത്തെ മത്സരങ്ങൾക്ക് ശേഷം അധികമൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അവനോട് ഒരു കാര്യം പറഞ്ഞു, അത് എല്ലാ പ്ലെയേഴ്സിനും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. അപ്പോൾ നീ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നീ തകരാതിരിക്കുക. ദിസ് ടൈം വിൽ ഓൾസോ പാസ്. ഇതാണ് ഞാൻ അവനോട് പറഞ്ഞത്. ഘബറാന നഹീ തേ ജൽദി ഹേ ഏ ടൈം വി നിക്കൽ ജാവുങ്ക എന്ന് ഞാൻ അവനോട് പറഞ്ഞു. നീ തളരാതിരിക്കുക, ഈ സമയവും കടന്നു പോകും എന്ന് മാത്രമാണ് ഞാൻ അവന് കൊടുത്ത മെസ്സേജ്. അവൻ അത് കൃത്യമായിട്ട് പാലിച്ച് തളരാതിരുന്ന് അവൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. അവൻ അർദ്ധ സെഞ്ചുറി നേടി. അപ്പം നോക്കുക, 3 ഡക്കായ അതേ ആൾ തന്നെയാണ് T20 വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് മാച്ചിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അർദ്ധ സെഞ്ചുറി നേടിയത് എന്ന കാര്യം കൂടി നോക്കണം. അപ്പോഴാണ് പിതാവിൻ്റെ ഈ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി അഭിഷേക് ശർമ്മ വെളിപ്പെടുത്തിയിരുന്നു. താൻ ഫൈനലിന് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് ശിവൻ ദ്യൂബയുടെ ബാറ്റ് കടം വാങ്ങിയിട്ടാണ് എന്ന്. അത് നേരത്തെ ഇങ്ങനെ ഔട്ടാവുന്ന സമയത്ത് സിറാജിൻ്റെ ഷർട്ടൊക്കെ ഇട്ടിട്ട് അഭിഷേക് ശർമ്മ ഇറങ്ങിയെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതുപോലെ ഇവിടെ ഇപ്പോൾ ശിവൻ ദ്യൂബയുടെ ബാറ്റ് കടം വാങ്ങിയിട്ടാണ്. അത് ശിവൻ ദ്യൂബയും പിന്നെ കൺഫേം ചെയ്യുന്നുണ്ട്, എൻ്റെ ബാറ്റ് വാങ്ങിയിട്ടാണ് അവൻ പോയത്, എനിക്ക് സന്തോഷമുണ്ട് അവൻ അർദ്ധ സെഞ്ചുറി നേടിയതിൽ എന്ന്. പിന്നെ സ്പിന്നേഴ്സിനെതിരെ ബുദ്ധിമുട്ടുണ്ടോ അഭിഷേക് ശർമ്മയ്ക്ക് എന്നുള്ളത് ഈ ഒരു വേൾഡ് കപ്പിൽ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവ് സീനിയർ ശർമ്മ പറഞ്ഞത്, അഭിഷേക് ഒരിക്കലും സ്പിന്നേഴ്സിനെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ കരിയറിൽ ഒരിക്കലും അവന് അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഒരു മാറ്റർ ഓഫ് സെക്കൻഡ്സ് ഉണ്ടല്ലോ, നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ ഏത് ഷോട്ട് എങ്ങനെ കളിക്കണം എന്നുള്ളത്. ടെക്നിക്കലി അവന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഗൈഡൻസ് എടുക്കുന്നില്ല, ആരെങ്കിലും ഉപദേശം കൊടുത്താൽ അത് കേൾക്കാൻ തയ്യാറുള്ള ആളാണ് അവനത് കൃത്യമായിട്ട് അതിനനുസരിച്ച് മാറ്റം വരുത്തിയാണ് കാര്യങ്ങൾ ചെയ്തത് എന്നുകൂടി പിതാവ് പറയുന്നുണ്ട്. സോ പിതാവിൻ്റെ ആ വാക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഘബറാന നഹീ ഏ ടൈം വി നിക്കൽ ജാവുങ്ക. യെസ്, ഈ സമയവും കടന്നു പോകും, തളരാതിരിക്കുക. അതവൻ കൃത്യമായിട്ട് ചെയ്തു. അവൻ ട്രംബിളായില്ല, സമയം കടന്നുപോയി, ഫൈനലിൽ റെക്കോർഡ് തന്നെ കുറിച്ചു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സിൽ എത്താം.